ഇന്ന് നമുക്ക് ഒരു ദാബ സ്റ്റൈൽ ദാൽ ഫ്രൈ ഉണ്ടാക്കി നോക്കാം. ശരിക്കും പറഞ്ഞാൽ നമുക്കിങ്ങനെ യാത്രയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ആ വഴിക്കകത്ത് പറഞ്ഞ ഷോപ്പുകളുണ്ടല്ലോ, അതിനെ ദാബ എന്ന് പറയാം. ശരിക്കും ആ കുഞ്ഞു കുഞ്ഞു റെസ്റ്റോറൻറ്റ്സിന് ദാബ എന്ന് പറയാം. അവിടെ ഉണ്ടാക്കുന്ന ഒരു പ്രിപ്പറേഷനാണ് ഈ ദാൽ ഫ്രൈ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഉരുളക്കിഴങ്ങ് ഡിഷ് ഉണ്ടാക്കിയായിരുന്നല്ലോ, അതിൻ്റെ കൂട്ടത്തിൽ ഈ ദാൽ ഫ്രൈ അടിപൊളിയാണ്. ഈ റെസിപ്പി തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ മൂങ് ദാലും തൂർ ദാലും പകുതി റേഷ്യോയിൽ സോക്ക് ചെയ്ത് ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. നെയ്യ് ചൂടായതിനു ശേഷം ചെറിയ ജീരകം, വെളുത്തുള്ളി, വറ്റൽമുളക് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ചോപ്പ് ചെയ്ത് വെച്ച് ജിഞ്ചറും ചോപ്പ് ചെയ്ത് വെച്ച് ഗ്രീൻ ചില്ലി ഇടാം. ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഇതിനകത്ത് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ച് ഓണിയൻ ഇടുന്നുണ്ട്. ഓണിയൻ ജസ്റ്റ് ഒന്ന് വാടി ജസ്റ്റ് ഒന്ന് ബ്രൗൺ ആയാൽ മതി. അതിനുശേഷം ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന തക്കാളി ഉടഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് അതിനാവശ്യമുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളു മുളക് പൊടി ഇട്ടാൽ മതി. പിന്നെ ഈ വീഡിയോ നമുക്ക് സ്പോൺസർ ചെയ്തേക്കുന്നത് ഹെൽത്തി ഗ്രോസറാണ്. അവരുടെ ഹിങ് പൗഡറാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. സാധാരണ എല്ലാ കായപ്പൊടിക്കകത്തും നമുക്ക് മൈദയുടെ അംശം ഉണ്ടാവും. ഇതിനകത്ത് മൈദ ഇല്ലാത്ത ഒരു കായപ്പൊടിയാണ്. അപ്പോൾ ആർക്കെങ്കിലും ഗ്ലൂട്ടൻ അലർജി ആണെങ്കിൽ നമുക്കിത് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ ബോയിൽ ചെയ്ത് വെച്ച് പരിപ്പും കൂടി ഇട്ടിട്ട് ഏകദേശം ഒരു 10 to 12 minutes ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം. ഈ ബോയിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ സൈലസ് കംസ് എന്ന് പറയും. പക്ഷേ ഈ പതഞ്ഞ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ പതയൊക്കെ നമുക്ക് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. നല്ല രീതിയിൽ നമ്മളുടെ ദാൽ തിളച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫൈനായിട്ട് ചോപ്പ് ചെയ്ത കൊറിയാൻഡർ ലീഫ് ഇട്ട് ഫിനിഷ് ചെയ്യാം. 1 ടേബിൾ സ്പൂൺ ഗീ കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല ഫ്ലേവർ കിട്ടും. നമുക്ക് ഡിന്നർ സമയത്തൊക്കെ ചപ്പാത്തി മാത്രം മതിയാണെങ്കിൽ ഇതുപോലത്തെ ദാൽ ഉണ്ടായി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. Always remember this, everybody can cook and everybody has to cook.